ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനായിട്ട് മയണൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ മയണൈസിൽ കുറച്ച് ചില്ലിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 വറ്റൽമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം എരിവൊന്നുമില്ല, 3 എണ്ണം ചേർത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 4 5 ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു മുട്ടയും കൂടി ഒന്ന് ഉടച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അല്ലാതെ നമ്മൾ നന്നായിട്ട് അടിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ പൾസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 കപ്പോളം ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിൽ വേണം ഓയിൽ ചേർത്ത് കൊടുക്കാൻ. വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്, മറ്റേതെങ്കിലും ഓയിൽ വേണം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 3-4 തവണയായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇത് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാകത്തിനായി വരുന്നത് വരെ നമ്മൾ പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയണൈസ് മുഴുവൻ നമ്മളൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി. അതിനുശേഷം ഞാനിപ്പോൾ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വലിയതെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് 1 എണ്ണം ചേർത്തിരിക്കുന്നത്. ഈ സവാള നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ തീരെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മയണൈസിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു വലിയ തക്കാളിയും കൂടി ചോപ്പ് ചെയ്തത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. 2 എണ്ണം ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം ഈ മയണൈസും സവളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മയണൈസ് റെഡിയാക്കിയപ്പോൾ അതിലേക്ക് മുളക് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് മുളക് ചേർക്കാഞ്ഞത്. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 7 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഞാനിപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് കൈകൊണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണുള്ളത്, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിനാണോ നോക്കുക. അതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ബോളാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ തവണയും ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കില്ല. ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവനും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇത് മാവിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലമാവ് തന്നെ വേണമെന്നില്ല, ഗോതമ്പ് മാവോ മൈദാമാവോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഉടച്ചെടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് തിക്കായി പോകരുത്, ഈ ഒരു പാകത്തിനാക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഈ കടലമാവിൻ്റെ ആ ഒരു മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് കടലമാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തെടുക്കണം. ആദ്യമേ നമ്മൾ കടലമാവിൻ്റെ ആ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക.
പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് വേണം ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങുമ്പോഴേക്കും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കളറൊക്കെ ചേഞ്ച് ആയി കരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറായി വരുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആയി അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിനാവുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്